നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ മികച്ച സൗകര്യങ്ങൾ ഒരുക്കി വിമാന കമ്പനി. സൗജന്യ സിറ്റി ചെക്ക് ഇൻ സൗകര്യം യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയത് അബുദാബി ആസ്ഥാനമായുള്ള ഇത്തിഹാദ് എയർലൈനാണ്. യാത്രക്കാർക്ക് ഈ സേവനം ഒരു മാസത്തേക്ക് തികച്ചും സൗജന്യമായാണ് വിമാന കമ്പനി നൽകുന്നത്. എയർലൈനിന്റെ മുഴുവൻ സർവീസുകളും അബുദാബി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിലേക്ക് മാറുന്നതിനോട് അനുബന്ധിച്ചാണ് എയർപോർട്ടിന് പുറത്തുള്ള കേന്ദ്രങ്ങളിൽ യാത്രക്കാർക്ക് സൗജന്യ ചെക്ക് ഇൻ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്. പുതിയ ടെർമിനലിൽ നിന്ന് വ്യാഴാഴ്ചയാണ് ഇത്തിഹാദ് എയർലൈനിന്റെ മുഴുവൻ സർവീസുകളും പ്രവർത്തനം ആരംഭിച്ചത്. മിന തുറമുഖത്തും അബുദാബി എക്സിബിഷൻ കേന്ദ്രത്തിലും പ്രവർത്തിക്കുന്ന ഓഫ് എയർപോർട്ട് ചെക്ക് ഇൻ കേന്ദ്രങ്ങളിലാണ് സേവനം നൽകുന്നത്. അടുത്ത മാസം 14 വരെ ഈ സേവനം സൗജന്യമായിരിക്കുമെന്നാണ് വിമാന കമ്പനി അറിയിച്ചത്. മൊറാഫിക് ഏവിയേഷന്റെ കീഴിൽ മിന തുറമുഖത്തെ ചെക്ക് ഇൻ സൗകര്യം 24 മണിക്കൂറും പ്രവർത്തിക്കും. എക്സിബിഷൻ സെന്ററിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് ഈ സേവനം ലഭ്യമാകുക. ഇത്തിഹാദിന് പുറമെ എയർ അറേബ്യ, വിസ് എയർ, ഈജിപ്ത് എയർ തുടങ്ങിയ കമ്പനികൾ യാത്രക്കാർക്കായി കുറഞ്ഞ നിരക്ക് ചെക്ക് ഇൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച മുതലാണ് അബുദാബി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചത്. 28 എയർലൈനുകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത്. മണിക്കൂറിൽ 11,000 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് അബുദാബി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ. അതേസമയം പ്രവാസികൾക്ക് വലിയ പ്രതീക്ഷയേകി വലിയ മാറ്റത്തിന് ഒരുങ്ങുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ അടക്കം വാഗ്ദാനം ചെയ്ത് യാത്രക്കാരെ മുഴുവൻ കൊത്തിയെടുക്കാനാണ് കമ്പനിയുടെ തീരുമാനം. 15 മാസത്തിനകം വലിയ മാറ്റങ്ങൾ കാണാനാകുമെന്നാണ് എയർ ഇന്ത്യ നൽകുന്ന ഉറപ്പ്. പുതിയ വിമാനങ്ങൾ എത്തുന്നതോടെ വിമാനം വൈകൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് MD അലോക് സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഗൾഫ് പ്രവാസികൾക്ക് വലിയ ആശ്വാസമായി GCC രാജ്യങ്ങളിലായിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മുൻഗണന. UAEക്കായിരിക്കും ആദ്യ സ്ഥാനം. അതുപോലെ സൗദിയിലേക്കും സർവീസ് വർദ്ധിപ്പിക്കും. നിലവിലുണ്ടായ വിമാനം വൈകൽ, സർവീസ് തടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. റീഫണ്ട് ഉൾപ്പെടെ പരിഹാര നടപടികൾ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. 50ഓളം വിമാനങ്ങൾ മാർച്ച് മാസത്തോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലീറ്റിലെത്തും. ആകെ വിമാനങ്ങളുടെ എണ്ണം 100-ലെത്തിച്ച് റൂട്ടുകൾ പുതുക്കിയും മാറ്റങ്ങൾ വരുത്തിയുമുള്ള നിരന്തര പരിശ്രമങ്ങളിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. മൊത്തം 70 വിമാനങ്ങൾക്കാണ് ഓർഡർ നൽകിയിട്ടുള്ളത്. ലയന നടപടികൾ പൂർണ്ണമായും 6 മാസത്തിനകം പൂർത്തിയാകുമെന്നും വിമാന കമ്പനി അറിയിച്ചിട്ടുണ്ട്. യാത്രാ ദുരിതം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് വിമാന കമ്പനിയുടെ പുതിയ പ്രഖ്യാപനങ്ങൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.